വെൽക്കം ടു ഷിവാസ് റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി കോഴിക്കോട്ടുകാരുടെ സ്വന്തം കൊച്ചിക്കോയാണ്, കോഴിക്കോടൻ കൊച്ചിക്കോയ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് 1/4 കിലോ അവിലാണ്, 1/2 കിലോ ഞാലിപ്പൂവൻ പഴം, 1/4 കപ്പ് ശർക്കര ചീവിയത്, 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് തേങ്ങാപ്പാൽ ഒന്നാം പാൽ, 3/4 കപ്പ് പശുവിൻ പാൽ, ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെള്ളത്തിലിട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കൂടി വേണം, അത് ഞാൻ എടുത്ത് വെക്കാൻ മറന്നുപോയതാണ്. ഇനി ഞാലിപ്പൂവൻ പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു, 1/4 കപ്പ് ശർക്കര ചീവിയതും കൂടി ചേർത്തു. ഇതിലേക്ക് 7-8 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്തു. ഇനി ഇത് നന്നായിട്ട് ഒരു തവി കൊണ്ടോ അല്ലെങ്കിൽ സ്മാഷർ ഉണ്ടെങ്കിൽ സ്മാഷർ വെച്ചോ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മിക്സിയിലൊന്നും ഇട്ട് അടിച്ചെടുക്കരുത്, ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് നാരങ്ങാനീര് ചേർത്തത് ഈ പഴത്തിൻ്റെ നിറം മാറാതിരിക്കാനാണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് തവി കൊണ്ട് ഉടച്ചെടുക്കണം. ഇതുപോലെ നല്ല ലൂസാക്കി ഉടച്ചെടുക്കണം. ഇപ്പോൾ ചെറിയുള്ളിയുടെയൊക്കെ നല്ലൊരു മണം വരും ഇങ്ങനെ ചെയ്യുമ്പോൾ. അതിലേക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു, മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഇപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ, തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 3/4 കപ്പ് പശുവിൻ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ ചതച്ചത്, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നല്ലൊരു മണം വരും കേട്ടോ, ഇഞ്ചിയുടെയും ചെറിയുള്ളിയുടെയൊക്കെ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് മധുരമൊക്കെ നോക്കിയിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടാണ് ശർക്കരയും കൂടി ചേർത്തത്. ഇതിപ്പോൾ നമ്മുടെ കൊച്ചിക്കോയ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോമ്പിനേഷനാണ് അവിൽ. അപ്പോൾ അവിലൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു കടായി വെച്ച് ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ച്, ഒരല്പം നെയ്യ് ഒഴിച്ചാൽ മതി. അവിലും അതിൽ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അവിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം, അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കാം. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ കോമ്പിനേഷൻ. അവലും ഈ പഴം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിൻ്റെ കോമ്പിനേഷൻ നല്ല ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.